അതിൻ്റെതായിട്ടുള്ള ഓരോരോ ഭവിഷ്യത്തുകൾ. അപ്പം സ്നേഹം എപ്പോഴും നല്ലതാ. സ്നേഹം സ്നേഹമായിട്ട് തന്നെ. പ്രണയം അതൊരു പരിശുദ്ധമായ ഒരു വികാരമല്ലേ. അതിനെ അതായിട്ട് മാത്രം സൂക്ഷിക്കുക. അത് തൊടണം, പിടിക്കണം, ഫിസിക്കൽ റിലേഷന് പോണം അങ്ങനെയൊന്നും ഇല്ലാതിരുന്നേച്ചാ മതി. മനസ്സുകൊണ്ട് സ്നേഹിക്കാം. അത് പരിശുദ്ധമായ ഒരു പ്രണയമാണ്. അത് സ്നേഹിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേങ്കില് വേറെ രീതിക്ക് പോകുന്നത് പ്രശ്നമാണ്. വീട്ടുകാര് എല്ലാരും അറിഞ്ഞ് നാണംകേട് അതൊന്നും വേണ്ട. നമുക്ക് ഒരാളോട് സ്നേഹം തോന്നിയേക്കാം, മനുഷ്യരല്ലേ. പക്ഷേങ്കി അത് മനസ്സിൽ മാത്രം മതി. മനസ്സുകൊണ്ട് മാത്രം മതി. അതായിരിക്കും എല്ലാവരുടെയും തടിക്ക് നല്ലത്. രമ്യ പറഞ്ഞാൽ നിന്റെ ഓക്കെ പേരെടുത്ത് ഞാൻ ലൈവിലിടും. നാലുകളെ ജോൺസ് ഇപ്പൊ വന്ന എല്ലാ കമന്റ്സും ഐഡിയ എടുത്ത് വെക്കണേ എന്ന് പറയുന്നുണ്ട്. ആ സ്നേഹത്തിന് കണ്ണും മൂക്കും ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാകാമെന്ന് പറയുന്നത്. അങ്ങനെ പൊട്ടിത്തെറിച്ചാൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ കണ്ടില്ലേ? പ്രേമം ഡിവൈൻ അല്ലേ ചേച്ചി? പിന്നല്ലേ. അതാ ഞാൻ പറഞ്ഞത് പരിശുദ്ധമായ പ്രണയം. അത് നമുക്ക് ചിലപ്പോ തോന്നിയേക്കാം ഒരാളോട്. പക്ഷെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ വെക്കുക. നമ്മുടെ പ്രേമം, സ്നേഹം, ഒരാളോടുള്ള പ്രണയം കൊണ്ട് മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ആർക്കും നമ്മുടെ സ്നേഹം കൊണ്ട് ഒരു മനുഷ്യർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്. അതാണ് എനിക്കുള്ളത്. പ്രണയിക്കുന്നവർ അതിന്റെ ഭവിഷ്യത്തുകൾ കൂടെ കൈകാര്യം ചെയ്യുക. നാട്ടുകാരെ ശല്യം ചെയ്യാതെ.